ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ ശ്രീ പി.ടി. ആചാരി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പി.ടി. ആചാരി, സംസ്ഥാനത്ത് ഭരണഘടനയുടെ ഒരു കാവലാളാണ് ഗവർണർ എന്ന് തന്നെ പറയാം. അത്തരം ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് തടയേണ്ട ആളാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിൽ തന്നെ ഒരു വലിയ ലംഘനം നടത്തുന്നത് ഗവർണറാണ്. കാരണം ഭരണഘടന അംഗീകരിക്കാത്ത ദേശീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പൊതുപരിപാടികളിലും സർക്കാർ പരിപാടികളിലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ചട്ടം സംസ്ഥാനത്തിന്റെ ഭരണഘടനാ കാവലാൾ തന്നെ നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഇത്തരം ഒരു കത്ത് നൽകി ആദ്യം ഒരു മുന്നറിയിപ്പ് നൽകുക എന്നുള്ളത് മാത്രമാണ് വഴിയല്ലേ? അതായത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ് നമ്മുടെ ഭരണഘടന അനുസരിച്ച്. അപ്പൊ ഗവൺമെന്റ് ഇപ്പോൾ ഒരു പ്രമേയം പാസ്സാക്കി, ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ക്യാബിനറ്റ്, അത് ഗവർണറെ അറിയിപ്പിച്ചു കഴിഞ്ഞാൽ ഗവർണർ അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ. അതാണ് നമ്മുടെ ഭരണഘടനയും നിയമങ്ങളും സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളും ഒക്കെ പറയുന്നത്. ഈ കാര്യത്തിലും അത് തന്നെ ആ ഒരു ഭരണഘടനാപരമായ ആ ഒരു കാര്യം ഇപ്പോഴും ഇവിടെ ഗവർണർ ബാധ്യസ്ഥനാണ് അങ്ങനെ ചെയ്യാൻ. അതാണ് അതിന്റെ ലീഗലായിട്ടുള്ള വശം. അതായത് ശ്രീ പി.ടി. ആചാരി, ഇന്നലെയൊക്കെ ഗവർണറുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം ഇതൊരു ഭരണഘടനാ ലംഘനമായി കാണുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. മാത്രമല്ല ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളേക്ക് അദ്ദേഹം ഇതൊരു അടിയന്തരാവസ്ഥ പോലെയാണ് അദ്ദേഹം കാണുന്നതും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഒരു പുലർച്ചെ ഇന്നൊരു രാത്രി കൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റം ഉണ്ടാകാനും സാധ്യതയില്ല. ഗവർണർ ഇത്തരം നീക്കങ്ങൾ വീണ്ടും തുടരുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പൊ ഗവർണർ അങ്ങനെ ഭരണഘടനാപരമായ ഭരണഘടനയ്ക്ക് ലംഘനം എന്ന് ഉണ്ടായില്ല. ഭരണഘടനയിൽ അങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ഭരണഘടന അംഗീകരിക്കാത്ത ഒരു ചിഹ്നമാണിത്. ഭാരതമാതാവ് അല്ലെങ്കിൽ ഭാരതാംബ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയോ നമ്മുടെ നിയമാവലികളോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറോ പോലും അതിന് പിൻബലമില്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അതൊരു സ്ലോഗനായിട്ട് സ്വാതന്ത്ര്യ സമര കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർത്തിയതും അതിനുശേഷം നമ്മളത് പിന്തുടരുകയും ചെയ്ത ഒരു സ്ലോഗനാണ്. വളരെ മഹത്തായ ഒരു സ്ലോഗനാണത്. പക്ഷെ അതിനെ പിക്ചറൈസ് ചെയ്ത് ഈ രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ ആക്കി കൊണ്ടുവന്നത് അതിന് യാതൊരു നിയമസാധ്യതയും ഭരണഘടനാ സാധ്യതയും ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതാണ് അതിന് നിയമസാധ്യതയോ ഭരണഘടനാ സാധ്യതയോ ഇല്ലെങ്കിൽ പോലും അത് ഭരണഘടനാ ലംഘനമാണെന്നും പറയാൻ കഴിയില്ലെന്നാണോ? അല്ല, ഭരണഘടനാ ലംഘനം എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഒരു പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യവസ്ഥ, ഒരു കാര്യം അതിനെ ലംഘിക്കുന്നതാണ് ഭരണഘടനാ ലംഘനം എന്ന് പറയുന്നത്. ഇതിപ്പോ ഭരണഘടന ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അപ്പൊ അത് ഒഫീഷ്യലായിട്ടുള്ള ഒരു പരിപാടികളിലും ഈ മാതിരിയുള്ള ചിത്രങ്ങള് വെക്കാനുള്ള അത് പറ്റില്ല. അതാണ്. അതായത് ശ്രീ പി.ടി. ആചാരി, ഇപ്പോൾ ഒരു ഭാരതാംബ എന്നൊരു കോൺസെപ്റ്റ്, അത് നമുക്കറിയാം, താങ്കൾ പറഞ്ഞതുപോലെ ഒരു മഹത്തായ സങ്കല്പമാണ്. അതിനുപരി ഇപ്പോൾ ഈ കാവിക്കൊടി കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു ഭാരതാംബ റെപ്രസെന്റ് ചെയ്യുന്നത് ചില പ്രത്യേക സംഘടനകളുടെ ഒരു വികാരം മാത്രമാണ്. അപ്പോൾ അത് ചില പൊതുപരിപാടികളിലും സർക്കാർ പരിപാടികളിലും അതിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്നതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ മതചിഹ്നങ്ങളെയും ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഒരു ഭരണഘടനാ ലംഘനം എന്നതിനപ്പുറത്തൊരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയുടെ രീതികൾക്ക് ഒരു സർക്കാർ പരിപാടികളിൽ യോജിച്ചതല്ല എന്നുകൊണ്ട് തന്നെയാണ് എതിർപ്പ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭരണഘടനയിൽ പറയുന്നതില്ലെങ്കിൽ പോലും അതൊരു മറ്റ് മതങ്ങളെ കൂടെ ഹനിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ചില സങ്കല്പങ്ങളെ കൂടെ ഹനിക്കുന്നതാണ് എന്നുള്ളത് കൂടെ ഒരു ഉത്തരവാദിത്തം കൂടെ ഗവർണർ ഏറ്റെടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതൊരു സെക്യുലർ സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഈ ഭരണകൂടത്തിന് മതമില്ല എന്നുള്ളതാണ്. ഇതൊരു മതചിഹ്നമായിട്ടല്ല, ഇത് ഒരു പിക്ചറൈസേഷൻ അവർ ആ രീതിയിൽ വിഭാവന ചെയ്തിട്ട് കൊണ്ടുവന്നൊരു കാര്യമാണ്. അതിന് ആണ് നിയമപരമായ സാധ്യത ഇല്ലാത്തത്. കാരണം ഭാരതാംബ ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ളത് ഒരിടത്തും പറയുന്നില്ലല്ലോ. ഭാരതമാതാവ് ഈ രീതിയിലായിരിക്കണം എന്നാരും ഒരിടത്തും പറയുന്നില്ല. അപ്പൊ നിയമസാധ്യത ഇല്ലാത്ത ഒരു കാര്യം എങ്ങനെയാണ് ഒഫീഷ്യലായിട്ടുള്ള ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ഒരു കോൺഫറൻസിൽ അത് വെക്കാൻ പറ്റുക? അത് നടക്കില്ല. അതാണ്. അപ്പോൾ ഈ നിയമസാധുത ഇല്ലാത്തൊരു കാര്യം ഒഫീഷ്യൽ മീറ്റിംഗിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളത് അവിടെ നിൽക്കുന്നു. അതേസമയം അത് എടുത്തു മാറ്റണമെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ ഗവർണർക്കും കഴിയുമെന്നുള്ളതാണോ? അല്ലല്ല, ഗവർണർ എങ്ങനെ കഴിയും? ഗവർണർ ഈ കോൺസ്റ്റിറ്റ്യൂഷനും നിയമങ്ങളും ഒക്കെ അത് അതിനാൽ ബന്ധിതമാണ് ഗവർണർ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ ഗവൺമെന്റ്, ഞാനതാണ് പറഞ്ഞ ആദ്യം, ഗവൺമെന്റ് ഒരു പ്രമേയം പാസ്സാക്കി ഗവർണർക്ക് അഡ്വൈസ് ചെയ്യുകയാണ്, ഇങ്ങനെ ഈ ചിത്രം ഒഫീഷ്യൽ പരിപാടികളിൽ ഒന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഗവർണർ അത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്.
അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് എന്റെ കാര്യം. അപ്പോൾ അതായത് ഗവർണർ ഇക്കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട് തന്റെ വിശ്വാസങ്ങളെ പിന്തുടരുക മാത്രമാണ് താൻ ചെയ്തത്. വിശ്വാസങ്ങളൊക്കെ പക്ഷേ അത് നമുക്കറിയാം, ഈ നമ്മളെ വിശ്വാസങ്ങളൊക്കെ അത് സ്വകാര്യമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നിഷ്കർഷിക്കുന്നത്. പക്ഷേ അത് ഗവർണർ എന്ന പദവിക്ക് നിരക്കാത്ത രീതിയിൽ പൊതുവേദിയിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോഴാണ് അതിലൊരു വിവാദം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഗവർണർ നിലപാടിൽ നിന്ന് ഉടനെ പിന്മാറാനുള്ളൊരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ മുൻകാലങ്ങളിലൊക്കെ ചെയ്തതുപോലെ അത് മറ്റ് ചില ബില്ലുകളുമായൊക്കെ ബന്ധപ്പെട്ടായിരുന്നെങ്കിൽ അത്തരം നിയമ നടപടികളിലേക്ക് കടക്കുന്നതിന് സർക്കാരിന് മുന്നിൽ തടസ്സങ്ങളുണ്ടോ? അതായത് ഇപ്പൊ ഈ ഗവർണർ അതായത് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഗവർണറോട് ഗവൺമെന്റ് അഭ്യർത്ഥിക്കുകയാണ്, അഡ്വൈസ് ചെയ്യുകയാണ്. കാരണം ഒരു മന്ത്രിസഭയ്ക്ക് ഗവർണറോട് അഡ്വൈസ് ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. ആ അഡ്വൈസ് അനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഗവർണർ അത് അനുസരിക്കുന്നില്ല എങ്കിൽ അതും തീർച്ചയായിട്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനയുടെ ലംഘനമാണ്. അവിടെ ഗവർണർ ഈ മന്ത്രിസഭ കൊടുക്കുന്ന അഡ്വൈസ് പാലിക്കുന്നില്ല എങ്കിൽ അതാണ് ഭരണഘടനയുടെ ലംഘനം എന്ന് പറയാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ കോടതിയിൽ പോവുക. ഇതിനകത്ത് വേറൊരു കാര്യം ചെയ്യാവുന്നത് ഈ പ്രസിഡന്റിനെ അറിയിപ്പിക്കാമോ? കാരണം പ്രസിഡന്റ് ആണല്ലോ ഈ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഗവർണർ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി, അതായത് മന്ത്രിസഭയുടെ അഡ്വൈസിനെതിരായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഭരണഘടനാ ലംഘനം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉള്ള ഉത്തരവാദിത്വം കേന്ദ്ര സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. അല്ലാതെ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ ഈ വിഷയം കൊണ്ടുപോകാവുന്നതുമാണ്.